Good morning. Good morning, ma'am. Good morning, Miss. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Okay, നമ്മളിപ്പോ എടുത്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? എക്യുപ്മെന്റ് ആയിരുന്നു അല്ലെ? ഓക്കെ, ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? ഡയഗ്നോസ്റ്റിക് മേഖലകളിൽ അല്ലെ, എന്താണ് രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഏതൊക്കെയാണ്? അതുപോലെ ചികിത്സ അല്ലെ, തെറാപ്യൂട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? മോണിറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? പിന്നെ ഇൻസ്ട്രുമെന്റ്സുകൾ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത്. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. Functions of OPD. Functions of OPD. Okay. First function നോക്കിയേ. Early diagnosis, curative, preventive and rehabilitative care on ambulatory basis. എന്താണ് പറയുന്നത്? OPD നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗി ഹോസ്പിറ്റലിലോട്ട് വരുന്നു, അതുപോലെ രജിസ്റ്റർ ചെയ്യുന്നു, ടോക്കൺ എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടറെ കണ്ട് ഡോക്ടർ തരുന്ന പ്രിസ്ക്രിപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫാർമസിയിൽ കൊടുത്ത് മരുന്ന് വാങ്ങിച്ച് തിരിച്ചു പോകുന്നു അല്ലെ? ആ പ്രോസസ് ആണ് നടക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്? രോഗം എന്താണെന്ന് നിർണ്ണയിക്കുന്നുണ്ട് അല്ലെ? ഡോക്ടർ രോഗി വരുമ്പോ രോഗിയുടെ ലക്ഷണങ്ങള് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോ ഡോക്ടർ എന്താണ് രോഗം നിർണ്ണയിക്കുന്നു. അതുപോലെ ക്യൂറേറ്റീവ് ആയിട്ടുള്ള പ്രതിരോധാത്മകമായിട്ടുള്ളതും പ്രിവെന്റീവ് ആയിട്ടുള്ളതും റീഹാബിലിറ്റേറ്റീവ് കെയറും എങ്ങനെ നൽകുന്നുണ്ട്? ആംബുലേറ്ററി ബേസിസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തില് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്? ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. അപ്പോ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. എന്താണ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാല്? സ്ക്രീനിങ് എന്തായിരിക്കാം? സ്ക്രീനിങ്? എന്തായിരിക്കാം സ്ക്രീനിങ്ങിന്റെ മീനിങ്? എന്തായിരിക്കാം സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? പരിശോധന. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും. പേജ് നമ്പർ 27 ട്ടോ. പരിശോധന എന്നാണ് പറയുന്നത് ട്ടോ. സ്ക്രീനിങ് എന്ന് പറഞ്ഞാല് പരിശോധന. അപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ എന്താണ്? ഈ പരിശോധനകൾ നടത്താറുണ്ട് അല്ലെ? ഓക്കെ, നമ്മൾ ചെക്കപ്പ് ചെയ്യാറുണ്ട്, ബ്ലഡ് ടെസ്റ്റുകൾ, സ്കാനിങ്ങുകൾ, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ, BP ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്ക്രീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ അഡ്മിഷൻ ആകുമ്പോൾ ട്ടോ. ഇനി അതുപോലെ തന്നെ എന്താ പറയുന്നത്? ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. അഡ്മിറ്റ് ആയ രോഗി അഡ്മിറ്റ് ആവണം എന്ന് പറയുമ്പോൾ അഡ്മിറ്റ് ആക്കി, ഡോക്ടേഴ്സ് അഡ്മിറ്റ് ആക്കി ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് ഒരു 2 അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവും. ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് നമ്മളോട് എന്ത് പറയാറുണ്ട്? എന്താണ്? ഒരാഴ്ച കഴിയുമ്പോ വായോട്ടോ അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ ഡോക്ടറെ വന്ന് കാണണം എന്ന് പറയാറുണ്ടല്ലേ? ഉണ്ടോ? പറയാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ കൊടുക്കുന്നത്? ഡിസ്ചാർജ് ആയതിനു ശേഷവും അല്ലെങ്കിൽ അഡ്മിറ്റ് ആകുമ്പോഴും നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നുണ്ട്. ഡിസ്ചാർജ് ആയിട്ടും ആഫ്റ്റർ അല്ലെ, കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് ആയതിനു ശേഷവും എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും കെയറുമാണ് അവിടെ കൊടുക്കുന്നത്. പ്രമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ രോഗികൾക്ക്.
ഡോക്ടേഴ്സിന്റെ അടുത്ത് വന്ന് നമ്മൾ കൺസൾട്ടേഷൻ നടത്തുമ്പോ എന്താണ് നമ്മുടെ രോഗാവസ്ഥയെ കുറിച്ച് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ എന്തൊക്കെ മെഡിസിനുകൾ കഴിക്കണം, അതുപോലെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങള് അല്ലെ, അങ്ങനെ പല രീതിയിലുള്ള നമ്മുടെ ഡയറ്റ് പ്ലാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളും ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതാണ്. ഇനി റെൻഡറിംഗ് ഓഫ് പ്രിവന്റീവ് ഹെൽത്ത് കെയർ. ഇവിടെ രോഗങ്ങള് അതുപോലെ തന്നെ പല പരിക്കുകൾ കൊണ്ട് ആളുകൾ വരാം, പല അസുഖങ്ങൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ആരോഗ്യ നിലകൾ, നമ്മുടെ ആരോഗ്യസ്ഥിതികളൊക്കെ ഗുരുതരമാകുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യണം, തടയുന്നുണ്ട് അവിടെ ഇല്ലേ. ഇപ്പൊ ഒരു പനിയായിട്ട് വരുമ്പോ അത് നമ്മള് എന്താണ് അപ്പൊ തന്നെ ഡോക്ടേഴ്സ് ഒക്കെ മരുന്നുകൾ തരുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ എന്താണ് 2-3 ദിവസം കഴിയട്ടെ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല പറയുന്നത്. ഒരു രോഗിയെ കൊണ്ടുവരുമ്പോ അവരുടെ ആ രോഗാവസ്ഥ ഗുരുതരമാകുന്നതിന് മുൻപ് അല്ലെ, വഷളാകുന്നതിന് മുൻപ് അവരുടെ ട്രീറ്റ്മെന്റുകള് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് റെൻഡറിംഗ് ഓഫ് പ്രിവന്റീവ് ഹെൽത്ത് കെയറിൽ പറയുന്നത്. ഇനി എന്താണ് പ്രമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ മുൻപ് പറഞ്ഞ പോയിന്റ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൊറോണ ഒക്കെ വന്നപ്പോ എങ്ങനെയാണ് ഡോക്ടേഴ്സ്മാർ എന്താണ് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ അവിടുത്തെ ആ ഹോസ്പിറ്റലിലെ എന്താണ് മതിലൊക്കെ ഒരു പോസ്റ്റേഴ്സ് പോലെ ഒട്ടിച്ച് വെക്കാറുണ്ട് അല്ലെ, നോട്ടീസ് പോലെ. എന്തൊക്കെയാണ്, മാസ്ക് ധരിക്കുക, അതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കുക, ഡിസ്റ്റൻസ് പാലിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, OPD-യിൽ. ഇതൊക്കെയാണ് OPD-യുടെ മെയിൻ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഏർലി ഡയഗ്നോസിസ്, ക്യൂറേറ്റീവ്, പ്രിവന്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലറ്ററി ബേസിസ്. ഔട്ട്പേഷ്യന്റ് അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലറ്ററി ബേസിസ്, സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ, ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്, promotion of health by health education, rendering of preventive health care, promotion of health through the health education. Okay, ഇത്ര കാര്യങ്ങളാണ് ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി നോക്കാം പ്രിവന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. ഇനി എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസ്? ഓക്കെ, പ്രിവന്റീവ് ആയിട്ടുള്ള പ്രതിരോധാത്മകമായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? വെൽ ബേബി ക്ലിനിക്സ്. അവിടെ എന്താണ് ബേബി ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇല്ലേ? ആണോ? അല്ലെങ്കിൽ വലിയവർക്ക് മാത്രം, അഡൽട്സിന് മാത്രം, അല്ലെങ്കിൽ എന്താണ് ഓൾഡ് ഏജ് പീപ്പിളിന് മാത്രമാണോ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ല, കുഞ്ഞു കുട്ടികൾക്കും അല്ലെ, കുഞ്ഞു മക്കൾക്കുമുള്ള എന്താണ് ബേബി ക്ലിനിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? ANC. ANCയുടെ ഫുൾ ഫോം എന്താ? ANC എന്താണെന്നറിയോ? ANC ഫുൾ ഫോം എന്തായിരിക്കും? അറിയില്ല. ആന്റിനേറ്റൽ കെയർ. ഓക്കെ, വെരി ഗുഡ്. ANCയുടെ ഫുൾ ഫോം ആണ് ആന്റിനേറ്റൽ കെയർ കേട്ടോ. ആന്റിനേറ്റൽ കെയർ, മാരേജ് കൗൺസിലിംഗ്, പ്ലാന്റ് പാരന്റ്ഹുഡ് എക്സെട്ര. അതുപോലെ മാരേജ് കൗൺസിലിംഗ്, അതുപോലെ ഇപ്പൊ എന്താണ് പ്ലാന്റ് പാരന്റ്ഹുഡ് അല്ലെ, മാതൃത്വം, പിതൃത്വം. അപ്പൊ മാതാവ്, അമ്മമാരാകാൻ പോകുന്നവർക്കുള്ള അവയർനെസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഫാദർ ആവാൻ പോകുന്നവർക്ക് അല്ലെ, അത് മാതാപിതാക്കൾക്കും കൂടി അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ. അവരുടെ ഹെൽത്തിനെ കുറിച്ച്, അവരെന്തൊക്കെ ഡയറ്റുകൾ, എന്തൊക്കെ ഫുഡുകൾ കഴിക്കണം, പിന്നെ വെയിറ്റ് വെക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, OPD-യിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? ഹെൽത്ത് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്സ്. സ്കൂളിലൊക്കെ എന്താണ്, നിങ്ങൾ ഇപ്പോ പഠിച്ചിരുന്ന കാലഘട്ടത്തൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ നമ്മുടെ എന്താ
ഹെൽത്ത് സെന്ററിൽ നിന്നൊക്കെ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരൊക്കെ വന്നിട്ട് പരിശോധനകൾ നടത്തുന്നത് അല്ലെ. അപ്പൊ താരണ്ട നിങ്ങൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒന്ന് ഓർത്ത് നോക്കി, സ്കൂളുകളിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളെ പരിശോധിക്കാറുണ്ടല്ലേ. എന്തൊക്കെയാണ് അവര് നോക്കുന്നത്, എന്തൊക്കെയാണ് അവര് പരിശോധിക്കുന്ന കാര്യങ്ങള് ഓർക്കുന്നില്ലേ? അല്ലെ, ഓക്കെ, കണ്ണ് പരിശോധന നടത്താറുണ്ട്, അതുപോലെ ചെവിയുടെ പരിശോധന, BP, ഇതൊക്കെ നമ്മള് അവിടെ എന്താണ് സ്കൂളുകളിൽ വന്നിട്ട് അവിടെയുള്ള നഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും വരും, എന്നിട്ട് നമുക്ക് അല്ലെ പാടുകള് നോക്കാറുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങള് അവര് ശ്രദ്ധിക്കാറുണ്ട് അല്ലെ, ചികിത്സ നോക്കാറുണ്ട്, ചികിത്സിക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം, ഇപ്പൊ കണ്ണിന് കാഴ്ചശക്തി കുറവ് അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് അല്ലെ, ഇങ്ങനെയുള്ള ചെവി കേൾവിശക്തി കുറവുള്ള സ്റ്റുഡൻസിനെയൊക്കെ അവരെന്ത് ചെയ്യും, ടീച്ചേഴ്സിനോട് പറഞ്ഞ് അവരെന്ത് ചെയ്യും, ആ ടീച്ചേഴ്സ് മാതാപിതാക്കളോട് പറഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ OPD നിന്ന് ചെയ്യുന്നുണ്ട് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്സ്. ഇനി എന്താണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാല് സാംക്രമിക രോഗങ്ങൾ അല്ലെ, പടർന്നു പിടിക്കുന്ന രോഗങ്ങള്. അവ വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപടികൾ എടുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഹെൽത്ത് കെയറിലൊക്കെ പഠിച്ചിരുന്നു. അപ്പൊ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ചെയ്യുന്നുണ്ട്, അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങള് ചെയ്യുന്നുണ്ട്. ഇനി early diagnosis and detection of chronic diseases like cancer, TB, etc. Okay, chronic diseases അല്ലെ, ക്രോണിക് ഡിസീസസ് നമ്മൾ പെട്ടെന്ന് അത് ഡയഗ്നോസിസ് ചെയ്യാൻ, ഏർലി സ്റ്റേജിൽ തന്നെ ഡയഗ്നോസിസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അത് കണ്ടെത്തുവാനായിട്ടും, കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ അതിന് കൊടുക്കാനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ OPD സഹായിക്കുന്നുണ്ട്. ക്രോണിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ, TB അങ്ങനെയുള്ള രോഗങ്ങളെയാണ് നമ്മൾ ക്രോണിക് ഡിസീസസ് എന്ന് പറയുന്നത്. അത് നമ്മളെ ഏർലി സ്റ്റേജിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലുകാരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് health education and nutritional advice, rehabilitation and preventive of disabilities and handicap. Disabilities ഉള്ള അല്ലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കായാലും അതുപോലെ റീഹാബിലിറ്റേഷൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹാൻഡിക്യാപ്ഡ് ആവാം, അതുപോലെ തന്നെ ഇപ്പൊ പല രോഗങ്ങൾ വന്ന ആളുകൾ, സ്ട്രോക്ക് ഒക്കെ വന്ന ആളുകളാണെങ്കിൽ എന്താണ് ഒരു വശം ചിലപ്പോൾ തളർന്നൊക്കെ പോവാം അല്ലെ. അങ്ങനെയുള്ള ആളുകൾക്ക് എക്സസൈസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എക്സസൈസിന്റെ ഓരോ കാര്യങ്ങളും വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് എടുക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ അവരെ റിട്ടേൺ ഫോമിലൊക്കെ എഴുതിത്തരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തൊക്കെ ഇപ്പോ എന്താണ് പൊണ്ണത്തടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ എങ്ങനെ രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ ആണ് കീപ്പ് ചെയ്യേണ്ടത്, ഏതെല്ലാം ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, അങ്ങനെയുള്ള ന്യൂട്രീഷണൽ ആയിട്ടുള്ള അഡ്വൈസുകൾ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ആണ് ടൈപ്പ് ഓഫ് OPD. 2 types of OPD സർവീസസ്. ഓക്കെ, 2 types of OPD സർവീസസ് ഏതൊക്കെയാണ് വരുന്നത്? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ഉണ്ട്. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഓൾ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസൈസ് ഏരിയ വിച്ച് includes all diagnostic and therapeutic facilities being provided in the same place. അപ്പൊ എന്താണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്? ആദ്യമായിട്ട് ഒരു പേഷ്യന്റ് ചെല്ലുന്നത്, നമ്മളിപ്പോ ഒരു OPD ഡിപ്പാർട്ട്മെന്റിലോട്ട് ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെല്ലുന്നത് എവിടേക്കായിരിക്കാം? ഈ സെൻട്രലൈസ്ഡ് OPD യിലേക്കാണ്.
മനസ്സിലായോ? അപ്പൊ OP സെൻട്രലൈസ്ഡ് OP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പൊതുവായിട്ടുള്ള ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് OP സർവീസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ OPD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾ ആദ്യം ചെല്ലുന്നത് എവിടേക്കാണ്? സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അല്ലെ, അവിടേക്കാണ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള OPD വിഭാഗത്തിലോട്ടാണ്. ഇനി നെക്സ്റ്റ് പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. നെക്സ്റ്റ് നോക്കിയേ, ടൈപ്പ് 2 നോക്കിയേ. ഡീസെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് സർവീസസ്. സർവീസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു പൊതുവായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും അല്ലെ, അതിനെയാണ് സെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഓരോ വിഭാഗങ്ങള് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാർഡിയോളജി അല്ലെങ്കിൽ ഓർത്തോ, ENT, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും അല്ലെ. അപ്പൊ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരു OP വിഭാഗം ഉണ്ടാവും. മനസ്സിലായോ? അതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആദ്യം നമ്മൾ ചെയ്യുന്നത് പൊതുവായിട്ടുള്ള OPD വിഭാഗത്തിലേക്കായിരിക്കും. പിന്നീട് ഇപ്പൊ ഫിസിഷ്യനെയൊക്കെ കാണുമ്പോൾ എന്താണ്? ഓർത്തോനെ കണ്ടോളൂ അല്ലെങ്കിൽ ENT കാണൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടേക്ക് ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകും അല്ലെ. അവിടെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള OP വിഭാഗം ഉണ്ടാവും. അതിനെയാണ് നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് ഔട്ട്പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? കൺസെപ്റ്റ് കിട്ടിയോ രണ്ടിന്റെ? ഓക്കെ. ഇനി നോക്കാം. ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് പേഷ്യന്റ്. ജനറൽ ഔട്ട്പേഷ്യന്റ്, എമർജൻസി ഔട്ട്പേഷ്യന്റ്, റഫേർഡ് ഔട്ട്പേഷ്യന്റ്. ഇനി ജനറൽ ഔട്ട്പേഷ്യന്റ് എന്താണെന്ന് നോക്കിയേ. All patients other than emergencies who reported directly to OPD. എന്താ പറയുന്നത്? ജനറൽ ഔട്ട്പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇപ്പൊ നോർമൽ ആയിട്ട് നമുക്കൊരു പനി വന്നു, അല്ലെങ്കിൽ ചുമ, ജലദോഷം, കോൾഡ് വന്നു അല്ലെ. അപ്പൊ നമ്മൾ എവിടേക്ക് പോകുന്നുണ്ട്? ജനറൽ ആയിട്ടുള്ള OPD വിഭാഗത്തിലോട്ടാണ് പോകുന്നത് അല്ലെ. എമർജൻസി അല്ല, അത്ര കണ്ട് നമുക്ക് രോഗങ്ങളൊന്നും എമർജൻസി അല്ല. ഇപ്പൊ ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ജനറൽ OP വിഭാഗത്തിലോട്ടാണ് ഡോക്ടറെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ്? അത്ര കണ്ട് എമർജൻസി അല്ലാത്ത സിറ്റുവേഷൻ ആണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ എവിടേക്ക് പോകുന്നത്? ജനറൽ ആയിട്ടുള്ള OPDയിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ, നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അധികം എമർജൻസി അല്ലാത്ത അസുഖങ്ങൾ വരുമ്പോ നമ്മൾ കാണിക്കുന്നതാണ് ഇവിടെ ജനറൽ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ. ഇനി നോക്കിയേ, എമർജൻസി ഔട്ട്പേഷ്യന്റ് ഇതെന്തായിരിക്കാം? ഈ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. എത്തരത്തിലുള്ള ആളുകളെയാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്? A person given emergency medical care for a condition. എത്തരത്തിലുള്ള പേഴ്സൺസിനെയാണ് അല്ലെങ്കിൽ പേഷ്യന്റിനെയാണ് കൊണ്ടുപോകുന്നത്? എമർജൻസി ആയിട്ടുള്ള അല്ലെ. ഇപ്പൊ ആക്സിഡന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പോയിസണിങ്ങും അല്ലെ, അല്ലെങ്കിൽ എന്താണ് വലിയ രീതിയിലുള്ള മുറിവുകൾ സംഭവിച്ച അല്ലെ, അങ്ങനെയുള്ള പേഷ്യൻസിനെ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെ, വെരി ഗുഡ്, എമർജൻസി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ ഈ വിഭാഗത്തിലോട്ട്, എമർജൻസി ഔട്ട്പേഷ്യന്റ് വിഭാഗത്തിലോട്ടാണ് നമ്മളെ കൊണ്ടുവരുന്നത്. ഇനി അതുപോലെ തന്നെ ഉണ്ട് എന്ത്? റഫേർഡ് ഔട്ട്പേഷ്യന്റ്. ഇതെന്തായിരിക്കാം? A patient referred to OPD by his practitioner for specific treatment. ഇനി റഫേർഡ് ഔട്ട്പേഷ്യന്റ് എന്തായിരിക്കാം? ഇത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ? ഡോക്ടർ റഫർ ചെയ്തിട്ട്, ഇപ്പൊ ഒരു നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നു അല്ലെ, ഫോർ എക്സാമ്പിൾ പറയാം, ശ്വാസതടസ്സമായിട്ട് നമ്മൾ ചെന്നിരിക്കുകയാണ്. അപ്പൊ ചെല്ലുമ്പോ രോഗി എന്ത് ചെയ്യും? OPD വിഭാഗത്തിലെ ഫിസിഷ്യനെ കാണും അല്ലെ, ഡോക്ടറെ കാണാം. ഡോക്ടർ എന്ത് ചെയ്യും? വേറൊരു ഡോക്ടറിനെ റെഫർ ചെയ്ത് കൊടുക്കും. നിങ്ങളൊരു പൾമണോളജിസ്റ്റിനെ കണ്ടോളൂ. ഓക്കെ, എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡോക്ടർ വേറെ ഡോക്ടർക്ക് റെഫർ ചെയ്ത് കൊടുക്കുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റഫേർഡ് ഔട്ട്പേഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ജനറൽ ഔട്ട്പേഷ്യന്റ് ഉണ്ട്, എമർജൻസി ഔട്ട്പേഷ്യന്റ് ഉണ്ട്, റഫേർഡ് ഔട്ട്പേഷ്യന്റ് ഉണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇത്രയും വരെ എടുത്തത് വായിച്ചു നോക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ എല്ലാവർക്കും? കിട്ടി? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. മാനേജീരിയൽ കൺസിഡറേഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് OPD-യിൽ നമ്മൾ പാലിക്കേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, എന്തൊക്കെയാണ്? പബ്ലിക് റിലേഷൻ അല്ലെ. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ റിലേഷൻ അല്ലെ, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ എന്താണ് വാംത്ത്? വാംത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇളം ചൂട്. ഓക്കെ, എന്താണ്? ഒരു ഊഷ്മളമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഊഷ്മളമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അതുപോലെ റെസ്പെക്ട് അല്ലെ, അവിടെ വരുന്ന എന്താണ്? പേഷ്യൻസ് വരും, അവരുടെ ഫാമിലീസ് വരും അല്ലെ. ഓക്കെ, ബഹുമാനിക്കുക അല്ലെ. വിസിറ്റേഴ്സ് വരാം, അപ്പൊ അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറാനായിട്ടും അവരെ ബഹുമാനിക്കാനായിട്ടും ശ്രമിക്കണം. അവിടുത്തെ സ്റ്റാഫുകളായാലും നഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും അപ്പൊ എല്ലാവരെയും ബഹുമാനിക്കാനായിട്ട് ശ്രമിക്കണം. മിനിമം വെയിറ്റിംഗ്, അതെന്താ ഉദ്ദേശിക്കുന്നത്? മിനിമം വെയിറ്റിംഗ് എന്തായിരിക്കാം? കുറഞ്ഞ കാത്തിരിപ്പ് സമയം അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? രോഗികളെ കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ പേഷ്യൻസ് വരുമ്പോ അവരെ കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല അല്ലെ. ഇല്ലേ? അവർക്ക് വെയിറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഓക്കെ, അതുകൊണ്ട് തന്നെ രോഗികൾ വരുമ്പോ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് പെട്ടെന്ന് തന്നെയുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ലീൻലിനെസ് അതറിയാൻ പറ്റുമല്ലോ. നല്ല രീതിയിൽ എന്ത് ചെയ്യണം? അറിയാം അല്ലെ, ശുചിത്വം. ഓക്കെ, ഇനി എന്താ? ഗുഡ് ആംബിയൻസ്, നല്ല രീതിയിലുള്ള ആംബിയൻസ് ഉണ്ടാവും അല്ലെ. നമ്മൾ പോവാറുണ്ടല്ലേ, ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഗുഡ് ആംബിയൻസ് ആണ് എന്നൊക്കെ. ഓക്കെ, ക്യാൻറ്റീൻ. ക്യാൻറ്റീൻ എന്താ അറിയാലോ? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്യാൻറ്റീൻ? ഫുഡുമായിട്ട് അല്ലെ. ഓക്കെ, ഇനി എന്താണ്? പേഷ്യന്റ് ഹിയറിംഗ്. എന്താണ് പേഷ്യന്റ് ഹിയറിംഗ് എന്ന് പറഞ്ഞാല്? പേഷ്യൻസിനെ പേഷ്യൻസ് പറയുന്ന അവർക്ക് എന്താണ് പല ആവശ്യങ്ങളുണ്ടാവും, പല കാര്യങ്ങളും പറയാനുണ്ടാവും അല്ലെ. ഡോക്ടേഴ്സിനോടായാലും നഴ്സുമാരോടായാലും പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. അവരുടെ നമ്മള് കേൾക്കാനായിട്ട് തയ്യാറാകണം അല്ലെ. ഓക്കെ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരോട് പെരുമാറാനായിട്ടും അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാനായിട്ടും തയ്യാറാക്കണം. വെന്റിലേഷൻ. വെന്റിലേഷൻ എന്തായിരിക്കാം? വെന്റിലേഷൻ അറിയില്ലേ? എന്താണ്? എയർ ഫ്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് വേണം. പിന്നെ എന്താ? വാട്ടർ സപ്ലൈ ഇല്ലേ? തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ് അല്ലെ വാട്ടർ സപ്ലൈ. ഇനി OPD ടൈമിങ്സ്. എന്താണ് OPD ടൈമിങ്സ്? അവർക്ക് തോന്നിയ പോലെ ഓപ്പൺ ചെയ്യാനും തോന്നിയ പോലെ ക്ലോസ് ചെയ്യാനും ആയിട്ട് പറ്റുമോ? ഇല്ല. കറക്റ്റ് ടൈമിങ്ങിന് ഓപ്പൺ ആക്കുക, കറക്റ്റ് ടൈമില് ക്ലോസ് ആക്കുകയും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് OPD-യിൽ പാലിക്കേണ്ട കാര്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന അപ്ലോ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഇത്തിരി എക്സ്പാൻഡ് ഫോമിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, വായിക്കാം, വായിച്ചൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ജസ്റ്റ് ഓരോരുത്തരെ കൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കാം. അയച്ചു കഴിഞ്ഞാല് തമ്പിടാട്ടോ. ഓക്കെ,
അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആര് പറയും ഫ്ലോ ഒപ്പീരിയഡ് പ്രോസസ്? ഓക്കെ, ഫെമിന കഴിഞ്ഞിട്ട് ആദ്യത്തേക്ക് പറയാം കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. ലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് റിസപ്ഷനിലോട്ട് ചെന്ന് പേര് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പൊ ടോക്കൺ നമ്പർ കിട്ടും. ആ ടോക്കൺ നമ്പറുമായിട്ട് വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് കൺസൾട്ടേഷൻ റൂമിലോട്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് പോകുന്നു. അത് കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻസ്, എന്തെങ്കിലും ലാബ് ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ. ഇനി ഏതെങ്കിലും അനദർ ഡോക്ടറിനെ റെഫർ ചെയ്യാണെങ്കിൽ റെഫർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ആ മെഡിക്കൽ ചീറ്റ്, അതായത് നമുക്ക് എഴുതിയ പ്രിസ്ക്രിപ്ഷൻ കിട്ടുന്നു. അതായിട്ട് ഫാർമസിയിലോട്ട് പോകുന്നു, ടോക്കൺ എടുക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, മെഡിസിൻ വാങ്ങുന്നു, പുറത്തേക്ക് പോകുന്നു. ഓക്കെ, വെരി ഗുഡ്. ആദിത്യ? ആദ്യം OPD പോന്നു, പിന്നെ റിസപ്ഷനിൽ പോന്നു, പിന്നെ രജിസ്റ്റർ ചെയ്യുന്നു, ടോക്കൺ നമ്പർ കിട്ടുന്നു, വെയിറ്റ് ചെയ്യുന്നു, ഡോക്ടറിനെ കാണുന്നു, ലാബിൽ പോന്നു, എന്തെങ്കിലും സ്പെഷ്യൽ ഡോക്ടേഴ്സ് ആരെന്നുണ്ടെങ്കിൽ ആരെ കാണുമെങ്കിൽ അതിനെ കാണുന്നു, പിന്നെ നമ്മുടെ ചീട്ട് കിട്ടുന്നു, ഫാർമസി പോന്നു, ടോക്കൺ എടുക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, മെഡിസിൻ കിട്ടുന്നു, പോന്നു. ഓക്കെ, ഏതാരെങ്കിലും പറയണോ? ചിത്ര? ആദ്യം ഒപിഡിയിലേക്ക് പോകുന്നു. അവിടുന്ന് റിസപ്ഷനിൽ നിന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നു, പേരും ഒക്കെ എഴുതി രജിസ്ട്രേഷൻ ചെയ്യുന്നു. അവിടുന്ന് ടോക്കൺ നമ്പർ ലഭിക്കും. വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് ഡോക്ടറെ കാണുന്നു. എന്തെങ്കിലും ബ്ലഡോ മറ്റോ ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ പോയി ടെസ്റ്റ് ചെയ്യുന്നു. ഏതെങ്കിലും ഡോക്ടറിനെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് പ്രിസ്ക്രിപ്ഷൻ തരും. ഫാർമസിയിൽ പോയി മെഡിസിൻ മേടിക്കാനായിട്ട് ടോക്കൺ നമ്പർ എടുക്കും. അത് കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യും, മെഡിസിൻ കളക്ട് ചെയ്യും, തിരിച്ച് പോകും. ഓക്കെ, അനഘ? ആദ്യം നമ്മള് OPDയിൽ എത്തുന്നു, റിസപ്ഷനിൽ പോണു, ചെയ്യുന്നു, ടോക്കൺ നമ്പർ മേടിക്കുന്നു, പിന്നെ ചെയ്യുന്നു, കൺസൾട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്തെങ്കിലും ലാബിലോ അല്ല എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് പ്രിഫർ ചെയ്യുന്ന ഡോക്ടറിലെത്തേക്ക് ചെല്ലുന്നു. പിന്നെ നമ്മുടെ ഫാർമസിയിൽ പോലെ മെഡിസിൻ മേടിക്കുന്നു. പിന്നെ അവിടെ നമ്മൾ എടുക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, മെഡിസിൻ മേടിക്കുന്നു. ഓക്കെ, അപ്പോ ക്ലിയർ ആയോ OPD പ്രോസസ്? മിസ് പറയേണ്ട ആവശ്യമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യുന്നുണ്ട്. ഡോക്ടർ എന്താണ് ഹോസ്പിറ്റലിൽ വരുന്നു, റിസപ്ഷനിൽ വന്നിട്ട് പേരും കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു അല്ലെ, ടോക്കൺ എടുത്തു, വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്നു, ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ ഇൻവെസ്റ്റിഗേഷൻ, ഏതെങ്കിലും ടെസ്റ്റുകൾ, ലാബ് ടെസ്റ്റ്, അതിന് ബ്ലഡ് ടെസ്റ്റ്, സ്കാനിങ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി പോകുന്നു. ഇനി ഡോക്ടർ തന്നെ ചിലപ്പോ വേറെ ഡോക്ടർ റെഫർ ചെയ്ത് തരും അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയും പോകുന്നു. അതിനുശേഷം നമ്മള് പ്രിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയിട്ട് ഫാർമസിയിൽ കൊടുക്കുമ്പോ എന്താണ്, അതിന് മുമ്പ് ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യണം. നമ്മുടെ നമ്പർ ആകുമ്പോ അവർക്ക് എന്ത് ചെയ്യും, ആ മെഡിസിൻ ഷീറ്റ് കൊടുക്കും അല്ലെ. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ മെഡിസിന്റെ ഷീറ്റ് കൊണ്ട് എല്ലാ മെഡിസിനും നമുക്ക് തരുന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, എക്സിറ്റ് ആയിട്ട് പോകുന്നു. അത് കാണിച്ചു. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, മാനേജ്മെന്റ് സ്ട്രക്ചർ. 3 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാനേജ്മെന്റ് സ്ട്രക്ചർ. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. പേഷ്യന്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം, ഈസിലി ആൻഡ് ക്വിക്ക് അല്ലെ. അവിടെ വരുന്ന പേഷ്യൻസിനെ നമ്മൾ അധികം എന്താണ് ഈ വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരെ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കാനോ, അതുപോലെ ഫാർമസിയിൽ നിന്ന് നമ്മൾ മെഡിസിൻ കളക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടും അവരധികം മുഷിച്ചിട്ടുണ്ടാക്കാനായിട്ട് പാടില്ല. അവിടെ വരുന്ന പേഷ്യൻസിന് നമ്മളിപ്പോ OPD ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങള് ചെയ്തു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിലായിരിക്കണം ഓരോ കാര്യങ്ങളും നടത്തേണ്ടത്. അതാണ് അവിടെ പറയുന്നത്. പേഷ്യന്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? സ്മൂത്ത് ആയിരിക്കണം, ഈസി ആയിരിക്കണം, അതുപോലെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരെ വീട്ടിലേക്ക് വിടാനായിട്ട് തയ്യാറാവണം. പെട്ടെന്ന് തന്നെ അവരെ അതിന് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല. പിന്നെ എന്താണ്? പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. എന്താ ചെയ്യാം? എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ മതിയായ രീതിയിലുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ അവിടെ അവൈലബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് എന്ത് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ അല്ലെ. സ്റ്റാഫിന്റെ കുറവ് അല്ലെങ്കിൽ ഇപ്പോ ഫാർമസിയിലേക്ക് ഒരു സ്റ്റാഫൊക്കെ ഉള്ളെങ്കിൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. മെഡിസിൻ ഒക്കെ കളക്ട് ചെയ്യാനായിട്ട്, മെഡിസിൻ എടുത്തു കൊടുക്കാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒപിഡിയിൽ എന്തുണ്ടായിരിക്കണം? സഫിഷ്യന്റ് ആയിട്ടുള്ള മതിയായ രീതിയിലുള്ള ആ സ്റ്റാഫുകൾ അവൈലബിൾ ആയിരിക്കണം. അതുപോലെ പാർക്കിംഗ് അല്ലെ, പാർക്കിംഗ് ഏരിയ അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് മാനേജ്മെന്റ് സ്ട്രക്ചറിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് ഒപിഡി. എന്തൊക്കെയാണ് ഓർഗനൈസേഷണൽ കമ്പോണൻസ് വരുന്നത്? ഫസ്റ്റ് പോയിന്റ് ആണ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ടു ദി ഓർഗനൈസേഷൻ അല്ലെ, സെൻട്രൽ ടു ഓർഗനൈസേഷൻ ആണ് അല്ലെ. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഒരു ഹോസ്പിറ്റൽ അവിടെ ഇല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങള് കറക്റ്റ് ആയിട്ട് നമുക്ക് നടത്താനായിട്ട് പറ്റില്ല. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ഒരു ഹോസ്പിറ്റലിന്റെ സെൻട്രൽ പാർട്ടാണ് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് ആരെ? മെഡിക്കൽ സ്റ്റാഫിനെ. ഇനി നഴ്സിംഗ് സ്റ്റാഫ്. ആരൊക്കെ ഉണ്ടാവും നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്? നഴ്സസ് ആൻഡ് ANMS. ANMS എന്താണ് എക്സ്പാൻഡഡ് ഫോം? എന്തായിരിക്കാം എക്സ്പാൻഡഡ് ഫോം? Assistant nursing midwife. അസിസ്റ്റന്റ് അല്ല. ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫറി. സൂതകർമ്മിണികള്. നെക്സ്റ്റ് എന്താണ്? സൂതകർമ്മിണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അൺമ്യൂട്ട് ആക്കട്ടെ, ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ, ANMSന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫറി. ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫറി. സൂതകർമ്മിണികള്. ഈ എന്താ ഡെലിവറി ടൈമിലൊക്കെ നഴ്സുമാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നഴ്സുമാരെയൊക്കെ സഹായിക്കാനായിട്ട് സ്റ്റാഫുകൾ നിൽക്കില്ലേ, അവരെയാണ് നമ്മള് എന്ന് പറയുന്നത് ഈ മിഡ്വൈഫറി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫറി. ഇത്തരം കാര്യങ്ങളാണ് നഴ്സിംഗ് സ്റ്റാഫിൽ വന്നിരിക്കുന്നത്. ഇനി സബ്സർവിയന്റ് സ്റ്റാഫിൽ ആരൊക്കെ പെടുമെന്ന് നോക്കി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകള്, ലബോറട്ടറി, അതുപോലെ തന്നെ ECG. ഈ മൂന്ന് കാര്യങ്ങളുമാണ് ഇവിടെ വരുന്നത് സബ്സർവിയന്റ് സ്റ്റാഫിൽ വരുന്നത്. റേഡിയോളജി, ലബോറട്ടറി, ECG. ഇനി ലാസ്റ്റ് വൺ എന്താണ്? ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെയാണ് ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD എന്ന് പറയുന്നത്. മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, സബ്സർവിയന്റ് സ്റ്റാഫ് ഉണ്ട്, ക്ലിനിക്കൽ സ്റ്റാഫ് ഉണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് പ്രോബ്ലംസ് അറ്റ് OPD അല്ലെ. ഒരു ഹോസ്പിറ്റൽ നടത്തുമ്പോൾ അല്ലെ, ഒരു OPD വിഭാഗത്തില് എന്തുണ്ടാവാം? കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവാം അല്ലെ. നമ്മൾ ഫേസ് ചെയ്യുന്ന ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയി കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴങ്ങനെ ഉണ്ടാവില്ല, പണ്ട് കാലങ്ങളിലൊക്കെ വളരെ നമ്മള് ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പോഴും ചില ടൈമിലൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ, വളരെ ബുദ്ധിമുട്ട്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ്വൈഫറി, MIDWIFERY, മിഡ്വൈഫറി. ഓക്കെ, അപ്പൊ എന്താണ് OPD വിഭാഗത്തിലുള്ള കുറച്ച് പ്രോബ്ലംസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, ജനറൽ പ്രോബ്ലംസും അതുപോലെ തന്നെ സ്പെസിഫിക് പ്രോബ്ലംസ്. ഇനി എന്തൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് നോക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. സെക്കൻഡ് വൺ, ഇൻ അപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം.
long waiting time at the medicine room, shortage of facilities, insufficient training of medical personnel concerning ambulatory care, fragmentation of care, over communication and inadequate understanding of their demands, and organizational structure geared to regional preference and needs of the providers, resistance to change. 8 കാര്യങ്ങളാണ് ജനറൽ പ്രോബ്ലംസിൽ വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഓരോന്നും എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. എന്താണ് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. എന്താണ് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം മീനിങ്? ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാത്ത അവസ്ഥ അല്ലെ, അല്ലെങ്കിൽ ആവശ്യത്തിന് ഡോക്ടർ ഇല്ലാതെ വരുന്നത് അല്ലെ. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് there are a large number of patients waiting in front of the doctor's room. This is mainly due to insufficient number of doctors who serve compared to the number of patients who arrive at the clinic. നമ്മൾ പറഞ്ഞു ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയായ രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാത്ത അവസ്ഥ. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് അല്ലെ. നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, അറിയാൻ പറ്റും. എന്താണ്? ചിലപ്പോ 100 പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കാം, ഒരു ഡോക്ടറെ ഉണ്ടാവുള്ളൂ അല്ലെ. അങ്ങനെ 100 പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ചികിത്സിച്ച് കഴിയുമ്പോഴത്തേനും എന്താണ്, കുറെ ടൈം എടുക്കും അല്ലെ. ഓരോ പേഷ്യൻസും വന്നു പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഓരോ പേഷ്യൻസിനും എന്താണ്, അവിടെ വെയിറ്റ് ചെയ്ത് കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥ വരും ഇല്ലേ. അപ്പൊ എന്താണ്, വളരെ ബുദ്ധിമുട്ടായിരിക്കാം. ചിലപ്പോ എന്താണ്, നിൽക്കാൻ അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള രോഗികളൊക്കെ വരാം അല്ലെ. അപ്പോ പ്രായമായവരൊക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത്. അങ്ങനെ പ്രായമായവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ കയറ്റി വിടാറുണ്ട് ഇല്ലേ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മുതിർന്നവര് അല്ലെങ്കിൽ പ്രായമായവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ കയറ്റി വിടാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഇങ്ങനെ ഒരു ഡോക്ടർക്ക് 100 പേഷ്യൻസ് ആണെങ്കിലും മതിയായ രീതിയിൽ ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അതുപോലെ തന്നെ ക്യൂല് എന്ത് വലിയ ക്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിന്റെ അവിടെ കാണാം അല്ലെ, രോഗികൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരവസ്ഥ. ക്യൂ ഒന്നും അവർ പാലിക്കില്ല. കാണാറില്ലേ നിങ്ങള്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയവരാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പോവാറില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ? പോവാറുണ്ട്. ഓക്കെ. അപ്പൊ എന്താണ്, അങ്ങനെ ഡോക്ടർ നല്ല രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് കുറെ ടൈം അല്ലെ. അനുസരിച്ചിട്ടുണ്ടാവും. വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ടൈം എടുക്കുന്നുണ്ട്, കുറെ ടൈം എടുക്കും. അതുപോലെ തന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമില് ഓരോ പേഷ്യന്റ് കഴിയുമ്പോൾ അടുത്ത ആൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ ഒന്നും പാലിക്കില്ല. അവര് തടിച്ചുകൂടി ഇങ്ങനെ നിൽക്കുമ്പോ എന്താ പറ്റാ, എന്ത് വരുന്നുണ്ട്, പല രോഗങ്ങളായിട്ട് വരുന്ന പേഷ്യന്റ് ആണ് അല്ലെ. അപ്പോ അവരുടെ അസുഖങ്ങള് മറ്റുള്ളവർക്കും പകരാനായിട്ട് ഇത് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സിന്റെ റീസൺസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. ഇനി വരുന്നത് എന്താണ്? ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. Appointment patient has no priority over non-appointment patient. This creates a congestion in the clinic during the beginning of the day. എന്താ പറയുന്നത്? ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ലെ. എന്താണ്? പ്രോപ്പർ ആയിട്ട് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തൊരവസ്ഥ അല്ലെ. ഇപ്പോ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം ചിലപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടാവും അല്ലെ, ബുക്ക് ചെയ്തിട്ടായിരിക്കാം പോകുന്നത്. അപ്പോ ചിലവര് വരാറുണ്ട് ബുക്ക് ചെയ്യാതെ വരുന്ന പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മളോട് പറയും നമ്പർ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ പറയും ഡോക്ടർ 10 മണിക്ക് ഇരിക്കും, ഒരു നിങ്ങളുടെ നമ്പർ ചിലപ്പോ 5 ആയിരിക്കാം അല്ലെങ്കിൽ 10 ആയിരിക്കാം, 10:30 എത്തിക്കോളും എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ 10:30 നമ്മൾ അവിടെ എത്തും. അവിടെ ബുക്ക് ചെയ്യാതെ നിൽക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ ഡോക്ടർ വന്നിരിക്കുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ ആദ്യം കയറ്റി വിടുന്നുണ്ട് അല്ലെ. കയറ്റി വിട്ടിട്ട് നമ്മളോട് പറയുന്നത് എന്ത് പറയും?
എന്ത് പറയും? നിങ്ങളൊന്ന് അവരെ ഇറങ്ങിയിട്ടൊന്ന് കണ്ടോളൂ അല്ലെ. നമ്മൾ പറയാറുണ്ട് എന്താണ്, ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്, ഞങ്ങളുടെ നമ്പർ 10 ഞങ്ങളോട് ഈ ടൈമിലാണ് വരാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇവര് നിങ്ങൾക്ക് മുമ്പ് വന്ന പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ അവരെ കണ്ടിട്ട് നിങ്ങൾ കയറി കണ്ടോളൂ എന്ന് പറയാറുണ്ട് ഇല്ലേ? ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ? നമ്മൾ ബുക്ക് ചെയ്ത് വന്നിട്ട് ബുക്ക് ചെയ്യാത്തവര് അവിടെ നമ്മൾക്ക് മുമ്പ് വരുമ്പോ എന്താണ്, അവരെ കണ്ടിട്ട് അവര് ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ കുഞ്ഞുമക്കളൊക്കെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോ പനിയായിട്ട് അല്ലെങ്കിൽ ചുമയായിട്ട് ചിലപ്പോൾ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരിക്കാം കുഞ്ഞുങ്ങൾക്ക്. ഇപ്പോഴത്തെ പനി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോ എന്റെ മോള് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഈ 1 മാസം മുന്നേ അവൾക്ക് 5-ാം പനി വന്നു. 5-ാം പനി വന്ന ടൈമില് മദർ-ഇൻ-ലോയ്ക്കും പനിയായിരുന്നു. അപ്പൊ ഞാൻ മദർ-ഇൻ-ലോയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഞാൻ എന്റെ വീട്ടിലാക്കി, കൊച്ചിനെ എന്റെ വീട്ടിലാക്കിയേക്കണായിരുന്നു. അപ്പൊ മമ്മിയാണ് അവളെ കൊണ്ട് വന്നത്. അവൾക്ക് എന്താ ഇങ്ങനെ 5-ാം പനി നമുക്കറിയാലോ, 5 ദിവസം കഴിയുമ്പോ 5 ദിവസം വരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. 5 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മേത്തൊക്കെ ഇങ്ങനെ ചുമന്ന രീതിയിൽ ഇങ്ങനെ തടിച്ചു പൊന്താനായിട്ട് തുടങ്ങും. കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കണം, ഒന്നും കഴിക്കില്ലല്ലോ. പനി വന്നാൽ നമുക്കറിയാം കുഞ്ഞുങ്ങളൊന്നും കഴിക്കില്ല. അപ്പോ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നു. ഡോക്ടർ ഒരു 10 മണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ഒരു 12 മണി 11:30 ആ ടൈമിലാണ് എത്തിയത്. പെട്ടെന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ. അപ്പൊ കുട്ടിക്ക് വയ്യാത്ത അവസ്ഥ. അപ്പൊ ഡോക്ടർ നഴ്സിനോട് പറഞ്ഞു ഒന്ന് കണ്ടോട്ടെ, ഇങ്ങനെ നിൽക്കാനും നടക്കാനും അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ഭയങ്കര അസ്വസ്ഥയാണ്, അപ്പൊ ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ചപ്പോ പറഞ്ഞത് എല്ലാവരും നിങ്ങളെ പോലെയുള്ള ആൾക്കാരല്ലേ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് അവിടെയും നമുക്കൊരു നമ്മളെ വില കൽപ്പിക്കാത്ത, അല്ലെങ്കിൽ പേഷ്യൻസ് എങ്ങനെയാണ്, പേഷ്യൻസിന്റെ അവസ്ഥ മനസ്സിലാക്കാത്ത ഒരു രീതിയാണ് അവിടെയും അവർ കാണിക്കുന്നത് അല്ലെ. അപ്പൊ പ്രോപ്പർ ആയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. കൊച്ചിനെ കൊണ്ടുപോയപ്പോ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ചില ആളുകൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടാകും, എന്നാലും എന്താണ് അവര് കാണാൻ പറ്റാത്ത അവസ്ഥ, ഈ സമയത്ത് ഡോക്ടറെ കാണാൻ പറ്റാത്ത അവസ്ഥയും ഇപ്പോഴത്തെ കാലത്തും നിലനിൽക്കുന്നുണ്ട്. അതും എന്താണ്, ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇനി എന്താണ് തേർഡ് വൺ എന്ന് പറയുന്നത്, ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. എന്താ പറയുന്നത്, ആഫ്റ്റർ പേഷ്യന്റ് റിസീവ് ദ പ്രിസ്ക്രിപ്ഷൻ ഫ്രം ദ ക്ലിനിക് കൗണ്ടർ, പേഷ്യൻസ് ആർ directed to the medicine room to remove the fee and receive the medicines. എന്താ പറയുന്നത്, ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ആവശ്യത്തിന് ഈ സ്റ്റാഫുകൾ ഇല്ലാത്ത അവസ്ഥ. ഫാർമസിയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, ചിലപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു ഡോക്ടർ ഉണ്ടാവുള്ളൂ. അപ്പൊ ഡോക്ടറെ കാണാൻ തന്നെ വളരെ നിരയായിരിക്കും, അല്ലെങ്കിൽ തിരക്ക് പിടിച്ചിങ്ങനെ തിങ്ങി നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. ഇത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ പോകുമ്പോ എന്താണ്, അവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നത് ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട് അല്ലെ. അവിടെ എന്താണ് പ്രോബ്ലം വരുന്നത്, ആ ഫാർമസിയില് മതിയായ രീതിയിൽ സ്റ്റാഫുകൾ ഇല്ലാത്തൊരവസ്ഥ. ഒരാളൊക്കെ ഇല്ലെങ്കിൽ എന്താണ്, അത് മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് എടുത്തു കൊടുക്കണം, അത് എത്ര രീതിയിലാണ് കഴിക്കേണ്ടത് അങ്ങനെയുള്ള എഴുതി കൊടുക്കുക അല്ലെ. അതൊക്കെ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഒരു സ്റ്റാഫ് ഉള്ളെങ്കിൽ. അവിടെയും എന്താണ്, രോഗികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള, അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കാനുള്ള ഒരു അവസ്ഥ അവിടെയും വരുന്നുണ്ട്. അതാണ് ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഷോർട്ടേജ്, സൗകര്യങ്ങളുടെ ഷോർട്ടേജ്. ഇപ്പൊ എന്താ, സ്റ്റാഫുകളുടെ കുറവ് നമ്മൾ പറഞ്ഞു, അതൊക്കെ ഒരു വിഭവങ്ങളാണ് അല്ലെ. അതുപോലെ തന്നെ പറയുന്നത് എക്യുപ്മെന്റ്സുകൾ, പല രീതിയിലുള്ള എക്യുപ്മെന്റ്സുകൾ ഇല്ലാത്തൊരവസ്ഥ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, പല എക്യുപ്മെന്റ്സും അവിടെ ഉണ്ടാവില്ല. ഇപ്പോ ലാബുകളൊക്കെ ചിലപ്പോ കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പൊ എന്താണ്, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള ഷോർട്ടേജുകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്, ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലേറ്ററി കെയർ. എന്താണ്, ഈ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ നമ്മൾ
ചികിത്സ കൊടുക്കുന്നതിനെയാണ് ആംബുലറ്ററി കെയർ എന്ന് പറയുന്നത്. അങ്ങനെ അവിടെയുള്ള പേഷ്യൻസ്, മെഡിക്കൽ പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ലഭിക്കാത്ത അവസ്ഥ. ഇപ്പോ അവിടെ വരുന്ന പേഷ്യൻസിനോട് എങ്ങനെ പെരുമാറണം, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്. ഫസ്റ്റ് ഇപ്പൊ നമ്മൾ മെഡിസിൻ എക്സാം കഴിഞ്ഞ് അതിനുശേഷം കയറി ചെല്ലുമ്പോൾ നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല അല്ലെ. അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കണം, പ്രാക്ടീസുകൾ കൊടുക്കാം, വർക്ക്ഷോപ്പുകൾ, സെമിനാർസുകൾ, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ രോഗികളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള രീതിയിലാണ് അവരെ നമ്മള് ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടത് അവർക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്, പ്രാക്ടീസിലൂടെയും അവർക്ക് കൊടുക്കുന്ന പ്രാക്ടീസിലൂടെയും ട്രെയിനിങ്ങിലൂടെയുമാണ്. നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ, പ്രാക്ടീസുകൾ അവർക്ക് ലഭിക്കാത്ത പക്ഷം എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പെരുമാറാനായിട്ട് പറ്റും അല്ലെ, അവരെ മിസ്ബിഹേവ് ചെയ്യാം അല്ലെ, അതിനുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ട്രെയിനിങ് ലഭിക്കാത്ത പേഴ്സണൽസിന് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആളുകളോട് പെരുമാറാനായിട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ടോ ഒന്നും എന്താണ് പറ്റാത്തൊരവസ്ഥ അങ്ങനെയും അവിടെ വരുന്നുണ്ട്, ജനറൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, poor communications and inadequate understanding of their demands. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ വാൻസ്, നീഡ്സ് ആൻഡ് വാൻസുകൾ, ആവശ്യങ്ങള്, അതുപോലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായിരിക്കണം മെഡിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അല്ലെ. അവരെ കേൾക്കാനായിട്ട് തയ്യാറാവണം അല്ലെ. ചിലപ്പോ അവർ ചോദിക്കാം മെഡിസിൻ എങ്ങനെ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ട്രീറ്റ്മെന്റുകളാണ് നിങ്ങൾക്ക് എടുക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ചിലപ്പോ എന്താണ്, ചിലപ്പോ ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ എന്താണ് അവരെ കേൾക്കാനായിട്ട് തയ്യാറാകാത്ത സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. അവര് പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറാകാത്ത സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ എന്ത് ചെയ്യണം, അവരുടെ നീഡ്സ്, വാൻസ് മനസ്സിലാക്കി കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, പല ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഇപ്പൊ ECG ഒക്കെ ഇന്നലെ എന്റെ മദറിലോ പോയിട്ടുണ്ടായിരുന്നു ECG എടുക്കാനായിട്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടില്ല, അത് എന്തോ വാരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് വന്നപ്പോ അത് 2 ആഴ്ച മുന്നേ വേറൊരു ഹോസ്പിറ്റലിൽ എടുത്തപ്പോ കറക്റ്റ് ആയിരുന്നു. അപ്പൊ എന്താണ് അവര് കറക്റ്റ് ആയിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യാതെ ഒരു എന്താ പറയാ ഒരു എന്താ ഉടായ്പ പണി എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ആർക്കാണ്ട് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെ അവരുടെ കറക്റ്റ് ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ നീഡ്സ്, വാൻസ് മനസ്സിലാക്കി അവരെ കേൾക്കാനായിട്ട് തയ്യാറാവുന്ന സ്റ്റാഫുകളായിരിക്കണം ഓരോ ഹോസ്പിറ്റലും അല്ലെങ്കിൽ OPD വിഭാഗത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി എന്താ പറയുന്നത്, ഓൺ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഗിയർഡ് ടു ട്രഡീഷണൽ പ്രിഫറൻസ് ആൻഡ് നീഡ് ഓഫ് ദ പ്രൊവൈഡേഴ്സ്. ഇനി ഇവിടെ പറയുന്നത് എന്താണ്, ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഹോസ്പിറ്റലുകൾ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ബാങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ടോക്കൺ, നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ പോകും. അല്ലെങ്കിൽ നേരത്തെയുള്ള കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു, നമ്മൾ ടോക്കൺ വിളിക്കുമോ അല്ലെ, ഓരോ നേഴ്സോ അല്ലെങ്കിൽ അറ്റൻഡേഴ്സോ വന്നിട്ട് നമ്മൾ ടോക്കൺ വിളിക്കുകയാണ് ചെയ്യുന്നത്. 10 അല്ലെങ്കിൽ 5 ഇങ്ങനെയുള്ള നമ്പർ വിളിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോ എങ്ങനെയാണ്, ഒരു ടോക്കൺ അവിടെ ആ ഡിസ്പ്ലേ സിസ്റ്റം അല്ലെ. ബാങ്കിലൊക്കെ ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ക്യാഷ് എടുക്കാൻ പോകുമ്പോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ എന്താണ് ടോക്കൺ ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലെ. അതുപോലെ ഹോസ്പിറ്റലുകളിലും ഉണ്ട്. കാണാത്തവര് പോകുമ്പോൾ ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോ അങ്ങനെ പഴയ കാല രീതികൾ തുടർന്ന് പോകുന്ന ഹോസ്പിറ്റലുകൾ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, പുതിയ കാല ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ മോഡേൺ ടെക്നിക്സ് ആണ് ഈ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. അപ്പോ പഴയ കാല രീതികൾ ഇപ്പോഴും ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഇല്ലാത്ത ഹോസ്പിറ്റലും ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ എന്താണ് ഒരു ജനറൽ പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തുടർന്ന് പോകുന്ന അല്ലെങ്കിൽ ട്രഡീഷണൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ ഇപ്പോഴും ഉണ്ട്. ഇനി എന്താ പറയുന്നത്, റെസിസ്റ്റൻസ് ടു ചേഞ്ച്. റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറഞ്ഞാല് തടസ്സം. ഇപ്പൊ നമ്മൾക്കറിയാം ടെക്നോളജി അല്ലെങ്കിൽ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ വരുമ്പോ അതിനോടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ എന്താണ് ഒരു
പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ് എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അതിനോട് ഇണങ്ങിച്ചേരാനായിട്ട് നമ്മൾ നോക്കും അല്ലെ. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകളിലും പല പല ടെക്നോളജീസ് പല പല പുതിയ സർവീസുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ എന്താണ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ചേഞ്ചസ് വരുമ്പോഴും എന്താണ് തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ പഴയ കാലത്തുള്ള നാം എക്സാമ്പിൾ പറയാം, പഴയ കാലത്തുള്ള അമ്മമാര് അല്ലെങ്കിൽ അപ്പന്മാരൊക്കെ എന്താണ് അവര് പഴയ കാല രീതികൾ തുടർന്നു പോകുന്നവരാണ് അല്ലെ. പുതിയ രീതികൾ വന്നിട്ടുണ്ടെങ്കിലും അവര് അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനോട് ഇണങ്ങി ചേരാനായിട്ട് തയ്യാറാവാത്ത പലരും ഉണ്ട് ഇപ്പോഴും ഇല്ലേ. നിങ്ങളുടെ എന്താണ് മുത്തശ്ശിമാരോ അല്ലെങ്കിൽ അമ്മമ്മമാരോ അല്ലെങ്കിൽ അപ്പന്മാരൊക്കെ എങ്ങനെയാണ് അവരങ്ങനെയാണ് പഴയ കാല രീതികളായിരിക്കാം തുടർന്ന് പോകുന്നത്. പുതിയ രീതികൾ വന്നിട്ടുണ്ടെങ്കിലും അവരത് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അത് തുടർന്നു കൊണ്ടുപോകാനായിട്ടോ അവര് തയ്യാറാകില്ല. ഓക്കെ, അവരെന്താണ് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകളിലും പല ആൾക്കാരുണ്ടാവും. അവരെന്താണ് പഴയ കാല രീതി തുടർന്നു പോകാനായിട്ടായിരിക്കും അവർക്ക് ഇഷ്ടം. പുതിയ ചേഞ്ചസുകൾ വന്നിട്ടുണ്ടെങ്കിലും അവര് പറയും എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഈ രീതിയിൽ ചെയ്താൽ പോലെ എന്നുള്ള ഒരു എന്താണ് അങ്ങനെ ആ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും അവിടെ തടസ്സം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്ന കുറെ ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ജനറൽ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ജനറൽ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, inappropriate appointment system, long waiting time at the medicine room, shortage of facilities, insufficient training of medical personnel concerning ambulatory care, fragmentation of care, poor communication and inadequate understanding of their demands, and organizational structure here to traditional preference and need of providers. Last one എന്ന് പറയുന്നത് resistance to change. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ജനറൽ പ്രോബ്ലംസ്? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇത്രയും വരെയാണ് മിസ് എടുക്കുന്നത്. ഓക്കെ, ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം നാളെ വരുമ്പോ കേട്ടോ. ഓക്കെ, താങ്ക് യു.